നമ്മുടെയൊക്കെ ബിസിനസ്സുകളിൽ ഒരേ ഫീൽഡിൽ ഒരേ പ്രൊഡക്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഒരേ മാർക്കറ്റിൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരുപാട് അവസരങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അതേ ഫീൽഡിൽ ആ മാർക്കറ്റിൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആളെ നമ്മളൊരു ശത്രുവായി കാണും. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ബേക്കറി നടത്തുന്ന ആളാണെങ്കിൽ തൊട്ടടുത്ത ബേക്കറിക്കാരൻ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്നതാണ് മറ്റൊരു ടെക്സ്റ്റൈൽസ്, അല്ലെങ്കിൽ ചെരുപ്പ് കട നടത്തുന്നതാണ് ചെരുപ്പ് കടക്കാരൻ. ഇതുപോലെ ഒരുപാട് ഫീൽഡുകളിൽ ശത്രുതയ്ക്ക് വേണ്ടി, ശത്രുവിനെ വകവരുത്തി വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജിയും പണവും സമയവും ചിന്തയും ചെലവഴിച്ചുകൊണ്ട് സ്വയം നശിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരെ നമുക്ക് പരിചയം ഉണ്ടാവും. ഇത് പറയുമ്പോൾ എനിക്കൊരു 10-15 വർഷം മുമ്പുള്ളൊരു ഓർമ്മ വരികയാണ്. ഞങ്ങളന്ന് ചപ്പൽ മാനുഫാക്ചറിങ്, ഫുട്വെയർ മാനുഫാക്ചേഴ്സാണ്. അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റോ മെറ്റീരിയൽസ് പലപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വലിയൊരു കാലഘട്ടം ആ ഫീൽഡിൽ. ആ ഫീൽഡ് അന്ന് കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് മാനുഫാക്ചേഴ്സ്, ഫുട്വെയർ മാനുഫാക്ചേഴ്സ്, അവരെല്ലാം ഒരുമിപ്പിച്ച് അന്നത്തെ മാർക്കറ്റ് ലീഡറായിട്ടുള്ള ഒരു വലിയ കമ്പനി, നല്ല കമ്പനി. അവരിന്ന് കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നാഷണൽ ലെവലിൽ, ദേശീയ ലെവലിൽ തന്നെ വൺ ഓഫ് ദ ലീഡിങ് ഫുട്വെയർ മാനുഫാക്ചേഴ്സാണ്. അവരന്ന് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ അതേ ഫീൽഡിലുള്ള ചെറുതും വലുതും മീഡിയവും എല്ലാമായിട്ടുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു വമ്പൻ എക്സ്പോ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ വലിയൊരു എക്സ്പോ സംഘടിപ്പിച്ചു. ഞങ്ങളും അതിൽ പങ്കെടുത്തിരുന്നു, ഒരു മാനുഫാക്ചർ എന്ന നിലയ്ക്ക്. അപ്പോൾ അതിൽ കണ്ടൊരു വലിയ പ്രധാനപ്പെട്ട അനുകരണീയമായ കാഴ്ച, ഒരു അനുകരണീയമായ മാതൃക എന്താണെന്ന് വെച്ചാൽ, അവരന്ന് ലോകത്ത് നിന്ന് എത്തിക്കാവുന്ന എല്ലാ മെഷീനറി മാനുഫാക്ചേഴ്സിനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സസറീസ്, അതുപോലെ തന്നെ കെമിക്കൽസ്, അതിൻ്റെ ഫോർമുലകൾ എന്നിത്യാദി എല്ലാവിധ കാര്യങ്ങളും ഒരു കുടക്കീയിൽ, ഒരു എക്സ്പോയിൽ കൊണ്ടുവരികയും അവിടുത്തെ എല്ലാ മാനുഫാക്ചേഴ്സിനെയും ആ സ്റ്റാളിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ സുതാര്യമായ വിപണികളെക്കുറിച്ച്, അതുപോലെ തന്നെ സോഴ്സുകളെക്കുറിച്ച്, ആ മാനുഫാക്ചറിങ് കമ്പനികളുടെ ഡീറ്റെയിൽസിനെക്കുറിച്ച് എല്ലാം വളരെ വസ്തുനിഷ്ഠമായിട്ട്, വളരെ സുതാര്യമായി, ട്രാൻസ്പെറൻ്റായിട്ട് എല്ലാ മാനുഫാക്ചേഴ്സിനും തുറന്നു കൊടുത്തു ആ മാർക്കറ്റ്. ആ നിലയ്ക്ക് അന്ന് ചെയ്തു വെച്ച വളരെ അനുകരണീയമായ മാതൃക. കാരണം കോമ്പറ്റീറ്റർ നമ്മുടെ ശത്രുവല്ല, കോമ്പറ്റീറ്റർ നമുക്കൊരു ചാലഞ്ചിങ് ഫേസിലുള്ള ഒരു മാർക്കറ്റിലെ പ്രധാനപ്പെട്ട നമ്മുടെ ക്വാളിറ്റി ഉയർത്തുന്ന ഒരു ഘടകമാണ്. നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളെ വളർത്തുന്ന ഒരു നിരൂപകനെ പോലെ, ഒരു വിമർശകനെ പോലെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വെൽവിഷറാണ് എന്നൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു പോസിറ്റീവ് മെസ്സേജ് പാസ് ചെയ്യാൻ അന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫുട്വെയർ ഡെസ്റ്റിനേഷനായിട്ടുള്ള കാലിക്കറ്റിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് ഉണ്ടായൊരു മെച്ചം, അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് കാലിക്കറ്റിനെയും ഫറൂഖ് ഭാഗത്തെയും മാറ്റാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ അത് 10-15 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അത് വരാൻ കാരണം, ഒരുപാട് ഈ മാർക്കറ്റിലെ പല ഓൺട്രപ്രണേഴ്സിനെയും ബിസിനസ്സുകാരെയും പരിചയപ്പെടുമ്പം അവർക്ക് വലിയ തലവേദനയായിട്ട്, വലിയ ക്രൈസിസായിട്ട് പറയാം അവരുടെ മാർക്കറ്റ് പ്ലേസിലുള്ള അതേ ഫീൽഡിലുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യത്തെ നമ്മൾ ഇതുപോലെ സമീപിക്കുമ്പം, നമ്മളൊരു കൺസോർഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചുള്ളൊരു അസോസിയേഷൻ, ഓർഗനൈസേഷനായിട്ട് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം പരസ്പരം സുതാര്യമായി, വളരെ സ്നേഹത്തോടെ, ബന്ധത്തോടെ, ഒരു കൊളാബറേഷൻ മൂഡിൽ, ഒരു ടൈഅപ്പ് ആൻഡ് ഒരു ഗ്രോത്ത് ലെവൽ, എന്താണ്, ഒരു ടുഗെദർനെസ്, ആ കൂട്ടായ്മയുടെ പിൻബലത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്കും അവർക്കും വിപുലപ്പെടാൻ, വളരാൻ, വികസിക്കാൻ, സക്സസ്സിലെത്താൻ എളുപ്പമാകുന്ന ഒരു ഫോർമുലയും എളുപ്പമാകുന്ന ഒരു മാർക്കറ്റും, അതുപോലെ തന്നെ
ഒരുമിച്ച് വിലപേശാൻ പറ്റുന്ന ഒരു ബാർഗൈനിങ് ഫോഴ്സുമായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നു എന്ന വിജയരഹസ്യം, ഇതൊരു സക്സസ് ഫോർമുല തന്നെയാണെന്ന് അവരന്ന് തെളിയിച്ചു. ഇന്നും അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ അനുകരണീയമായ മാതൃക നമുക്ക് ഓരോ ഫീൽഡിലും കോമ്പറ്റീറ്റേഴ്സ് ശത്രുക്കളായി കണ്ട് പരസ്പരം വെട്ടി നശിക്കുന്ന, പരസ്പരം മത്സരിച്ച് കുതികാൽ വെട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ എനർജി കളയുകയും പണം കളയുകയും സമയം കളയുകയും അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ ഫെയിലിയറിൻ്റെ വാർത്തകൾ, ദുരന്തങ്ങളാവാതിരിക്കാൻ ഈ ഒരു സക്സസ് മോഡൽ നമുക്കെന്നും മാതൃക തന്നെയാണ്.